ഹലോ ഫ്രണ്ട്സ്, ഈസി ചാർജ് എന്ന മൾട്ടി റീചാർജ് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നതാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഈസി ചാർജ് എന്ന് ടൈപ്പ് ചെയ്യുക. റീറ്റെയിലർമാരായി ജോയിൻ ചെയ്ത ആളുകൾക്ക് മൾട്ടി റീചാർജ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കും. റീറ്റെയിലർമാരായി ജോയിൻ ചെയ്ത ആളുകൾക്ക് അവരുടെ വാട്സപ്പ് നമ്പറിൽ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും എംപിനും ലഭിച്ചിട്ടുണ്ടാവും. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആയിരിക്കും യൂസർ ഐ ഡി. 6 നമ്പർ പാസ്വേഡും 4 നമ്പറുള്ള ഒരു എംപിനും ഇതോടൊപ്പം ലഭിച്ചിട്ടുണ്ടാകും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏറ്റവും മുകളിലായിട്ട് പ്രൊഫൈൽ എന്ന ഭാഗത്ത് പോയി ആവശ്യമായിട്ടുള്ള ചേഞ്ച് നമുക്ക് വരുത്താവുന്നതാണ്. പാസ്വേഡും എംപിനും നിർബന്ധമായും മാറ്റേണ്ടതാണ്. ഓക്കെ, ഇവിടെ ഈ കമ്പനിയുടെ ഇൻഫർമേഷൻ നമുക്ക് കാണാൻ സാധിക്കും. രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണിത്. അതേപോലെ പ്രീപെയ്ഡ് ടോൾ ഫ്രീ നമ്പറും DTH ടോൾ ഫ്രീ നമ്പറും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആപ്ലിക്കേഷനിൽ ഒരു വാലറ്റ് ഉണ്ട്. ഓരോ റീറ്റെയിലർമാർക്കും ഓരോ വാലറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഈ വാലറ്റിലേക്ക് നമ്മുടെ ബാങ്കിൽ നിന്നും UPI ആപ്പുകളായിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ആമസോൺ പേ തുടങ്ങിയവയിലൂടെ ഇതിലേക്ക് ക്യാഷ് ലോഡ് ചെയ്യണം. അതിനായി ആഡ് ബാലൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ ഡെപ്പോസിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് അപ് ടു 10,000 ഇൻ വൺ ടൈം, മിനിമം 10 രൂപയും മാക്സിമം 10,000 രൂപയുമാണ് ഒരു സമയത്ത് നമുക്ക് ഈ വാലറ്റിലേക്ക് ലോഡ് ചെയ്യാൻ സാധിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഒരു 10 രൂപ ലോഡ് ചെയ്യുകയാണ്. പേ യൂസിങ് ഇൻസ്റ്റാൾഡ് UPI ആപ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള UPI ബേസ്ഡ് ആയിട്ടുള്ള ആപ്പുകൾ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ആപ്പ് സെലക്ട് ചെയ്ത് അതിലൂടെ നമ്മുടെ ബാങ്കിൽ നിന്നും ക്യാഷ് ഈ വാലറ്റിലേക്ക് ലോഡ് ചെയ്യണം. മറ്റൊരു മെത്തേഡ്, ഇതിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടും നമ്മുടെ വാലറ്റിലേക്ക് ക്യാഷ് ലോഡ് ചെയ്യാം. മറ്റുള്ളവരുടെ ഫോണിൽ നിന്നും ഈ QR കോഡ് സ്കാൻ ചെയ്ത് അവരുടെ ബാങ്കിൽ നിന്നും നമ്മുടെ ഈ വാലറ്റിലേക്ക് ക്യാഷ് ലോഡ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ, യു ക്യാൻ ഡയറക്റ്റ്ലി പേ ഓൺ ദിസ് UPI ID, JPR എന്ന് തുടങ്ങി ICICI എന്ന് അവസാനിക്കുന്ന ഈ UPI ID ഉപയോഗിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ടിൽ നിന്നും നമ്മുടെ ഈ വാലറ്റിലേക്ക് ക്യാഷ് ലോഡ് ചെയ്യാം. അതിന് കോപ്പി എന്ന ഭാഗത്ത് പോയി ഈ ID കോപ്പി ചെയ്യണം. വാലറ്റിലേക്ക് ക്യാഷ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാലറ്റ് ഹിസ്റ്ററി എന്ന ഭാഗത്ത് പോയി നമ്മുടെ വാലറ്റിലേക്ക് ആഡായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൽ കാണാൻ സാധിക്കും. ഡെബിറ്റും ക്രെഡിറ്റുമായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വാലറ്റിലേക്ക് വന്നതും പോയതുമായിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഈ ഭാഗത്ത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഭാഗം കൃത്യമായി പരിശോധിക്കുക. പിന്നെ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് എന്ന ഭാഗത്ത് പോയി നമുക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യാം. പ്രീപെയ്ഡ് എന്ന ഭാഗത്ത് പോയി മൊബൈൽ റീചാർജിനാണെങ്കിൽ പ്രീപെയ്ഡ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക. തുടർന്ന് ഇവിടെ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് ഒരു നമ്പർ എൻ്റർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഈ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഏതാണ് സിം, എവിടെ സർക്കിൾ എവിടെയാണ് എന്നൊക്കെ കൃത്യമായി ഇതിൽ കാണിക്കും. പിന്നെ വ്യൂ പ്ലാൻ എന്ന ഭാഗത്ത് പോയി പ്ലാൻ ഡീറ്റെയിൽസ് പരിശോധിക്കുക. ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും പ്ലാൻ സെലക്ട് ചെയ്യുക. എൻ്റർ എംപിൻ എന്ന ഭാഗത്ത് നമുക്ക് നേരത്തെ ലഭിച്ച 4 അക്ക എംപിൻ ഇവിടെ എൻ്റർ ചെയ്യണം. ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫേം ഡീറ്റെയിൽസ് എന്ന ഒരു ബോക്സ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കാണാം. ഓപ്പറേറ്റർ VI, നമ്പർ, എമൗണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കണം. റീഡ് കെയർഫുള്ളി. റോങ് നമ്പർ സക്സസ്ഫുൾ, റീചാർജ് വിൽ നോട്ട് ബി റീഫണ്ടഡ്. നമ്പർ തെറ്റി റീചാർജ് ചെയ്താൽ നമുക്കത് റീഫണ്ട് ലഭിക്കില്ല. അതുകൊണ്ട് റീചാർജ് ചെയ്യേണ്ട നമ്പർ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം കൺഫേം ചെയ്യുക. ഇതേ മെത്തേഡ് തന്നെയാണ് DTH റീചാർജിനുള്ളത്. DTH നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, സെലക്ട് ഓപ്പറേറ്റർ എന്ന ഭാഗത്ത് പോയി ഏതാണോ ഓപ്പറേറ്റർ അത് സെലക്ട് ചെയ്യുക. ഇവിടെ എയർടെൽ DTH, ഡിജിറ്റൽ DTH TV, ഡിഷ് TV, സൺ TV, ടാറ്റ പ്ലേ, വീഡിയോകോൺ DTH TV തുടങ്ങിയവ കാണാം. ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് കസ്റ്റമർ ഇൻഫോ എന്ന ഭാഗത്ത് നോക്കുക. ഈ കണക്ഷൻ ആരുടെ പേരിലാണ്, അവരുടെ നിലവിലെ പ്ലാൻ ഏതാണ്, പ്ലാനിൻ്റെ വാലിഡിറ്റി, മുഴുവൻ കാര്യങ്ങളും ഈ ഭാഗത്ത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. DTH റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഈ കസ്റ്റമർ ഇൻഫോ എന്ന ഭാഗത്ത് പോയി ഈ നമ്പർ പരിശോധിക്കുക. ഈ അക്കൗണ്ട് കൃത്യമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. വ്യൂ പ്ലാൻ എന്ന ഭാഗത്ത് പോയാലും നമുക്ക് പ്ലാൻ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും. ഓക്കെ, തുടർന്ന് എമൗണ്ട് കൊടുക്കുക. എൻ്റർ എംപിനും എൻ്റർ ചെയ്യുക. സബ്മിറ്റ് ചെയ്താൽ DTH റീചാർജ് സക്സസ്ഫുൾ ആവും. ഇൻസ്റ്റൻ്റ് ആണ്. മൊബൈൽ റീചാർജും DTH റീചാർജും ഇൻസ്റ്റൻ്റായി സംഭവിക്കുന്നതാണ്. പിന്നെ വരുന്നത് ബിൽ പേയ്മെൻറ്റുകളാണ്. പോസ്റ്റ് പെയ്ഡ്, ലാൻഡ് ലൈൻ, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ തുടങ്ങിയവ ഇതിൽ ലഭ്യമാണ്.
KSEB ബില്ലടക്കാൻ ഇലക്ട്രിസിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെർച്ച് ബാറിൽ KSEB എന്ന് ടൈപ്പ് ചെയ്യുക. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് എന്ന് കാണാം. ഇവിടെ കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യണം. നിലവിലെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായി, അതായത് ബില്ല് ഫെച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ നിലവിലില്ല. അതുകൊണ്ട് കൺസ്യൂമർ നമ്പർ കൊടുത്തതിന് ശേഷം ആ ബിൽ എമൗണ്ട് കൃത്യമായി എത്രയാണോ അത് എൻ്റർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് മറ്റേതെങ്കിലും ആപ്പുകളോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഉപയോഗിച്ചുകൊണ്ട് എമൗണ്ട് കൃത്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം ഇവിടെ കൃത്യമായ എമൗണ്ട് എൻ്റർ ചെയ്യണം. നമ്പറും തെറ്റാൻ പാടില്ല. ശേഷം MPIN എൻ്റർ ചെയ്യുക, സബ്മിറ്റ് അടിക്കുക. മാക്സിമം 5-6 മണിക്കൂറാണ് അല്ലെങ്കിൽ 1 ഡേ ആണ് ഒരു ബില്ല് സക്സസ് ആയി വരാൻ സമയമെടുക്കുക. ഓക്കെ, മിനിമം ചിലപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ സംഭവിക്കാം. മാക്സിമം ഒരു 1 ഡേ ആണ് ഇതിന് ബിൽ പേയ്മെൻറ്റ് സക്സസ് ആയി വരാൻ സമയമെടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലൂടെ ചെയ്ത മുഴുവൻ റീചാർജുകളും ഈ റീചാർജ് ഹിസ്റ്ററി എന്ന ഭാഗത്ത് പോയി പരിശോധിക്കാം. ഏതെങ്കിലും റീചാർജിൽ നമുക്ക് സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഭാഗം ക്ലിക്ക് ചെയ്ത്, അതായത് റീചാർജ് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിക്ക് ചെയ്ത് ഏത് റീചാർജാണോ ആ റീചാർജിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കംപ്ലയിൻറ്റ് എന്ന ഭാഗത്ത് പോയി നമുക്ക് ഈ റീചാർജുമായി ബന്ധപ്പെട്ട നമ്മുടെ കംപ്ലയിൻറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നോട്ട് റീചാർജ് ആപ്ലിക്കേഷനിൽ സക്സസ് എന്ന് കാണിക്കുന്നു, പക്ഷേ കസ്റ്റമർക്ക് അത് ക്രെഡിറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ കസ്റ്റമറുടെ മൊബൈലിൽ അത് കയറിയിട്ടില്ല എങ്കിൽ നോട്ട് റീചാർജ് ഇടുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഇവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് വ്യൂ കംപ്ലയിൻറ്റ് എന്ന ഭാഗത്ത് പോയാൽ നമ്മൾ നിലവിൽ കൊടുത്ത കംപ്ലയിൻറ്റിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇതുവരെ ലഭിച്ച കമ്മീഷൻ എത്രയാണ്, ഇന്നത്തെ റീചാർജ് എത്രയാണ്, ഇന്നലത്തെ റീചാർജ് എത്രയാണ്, ഈ മാസത്തെ ടോട്ടൽ റീചാർജ്, കഴിഞ്ഞ മാസത്തെ റീചാർജ് തുടങ്ങിയവയുടെ പരിശോധിക്കാവുന്നതാണ്. നിലവിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ സ്ട്രക്ചർ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ മറ്റ് പല ഫീച്ചേഴ്സുകളും ഉണ്ട്, വിശദമായി പരിശോധിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.